നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. യൂണിറ്റ് 2-ലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തിരുന്നു. ഇനി നോക്കുന്നത് സക്സസ് എന്നുള്ള ഒരു പോയമുണ്ട്, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റിലെ കുറച്ച് നോട്ട്സ് പെൻഡിങ് ഉണ്ട്, കുറച്ച് അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. ഈ ഒരു യൂണിറ്റിലെ ചാപ്റ്റേഴ്സിന് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് അത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകില്ല, പെൻഡിങ് ഉള്ളതെല്ലാം വേഗം എടുക്കുന്നതായിരിക്കും. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പം മക്കളെ നോക്കിയേ, പേജ് നമ്പർ 60 ആണ്. ലെറ്റ് us റീഡ് ആൻഡ് എൻജോയ് എന്നാ നൽകിയിരിക്കുന്നത്. ഐ ആം എ ഡ്രീമർ. ഐ ഹാവ് ടു ഡ്രീം ആൻഡ് റീച്ച് ഫോർ ദ സ്റ്റാർസ്. ആൻഡ് ഇഫ് ഐ മിസ് എ സ്റ്റാർ ദെൻ ഐ ഗ്രാബ് എ ഹാൻഡ് ഫുൾ ഓഫ് ക്ലൗഡ്സ്. മൈക്ക് ടൈസൺ. ആരാണ് മൈക്ക് ടൈസൺ? ബോക്സറാണല്ലേ, അമേരിക്കൻ പ്രൊഫഷണൽ ബോക്സറാണ് മൈക്ക് ടൈസൺ. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ സ്വപ്നം കാണുന്ന ഒരാളാണ്. ഞാൻ എന്താണ് സ്വപ്നം കാണുന്നത്? താഴെയാണോ എൻ്റെ സ്വപ്നങ്ങൾ? അല്ല, വളരെ ഉയരത്തിൽ നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കണം എന്നുള്ളതാണ്. അത്രത്തോളം ഉയരത്തിലാണ് ഞാൻ സ്വപ്നം കാണുന്നത്. സ്റ്റാറിനെ പിടിക്കാനായി ഞാൻ സ്വപ്നം കാണും. പക്ഷേ എനിക്ക് നക്ഷത്രത്തെ നഷ്ടപ്പെട്ടാൽ, ഒരു സ്റ്റാറിനെ ഞാൻ മിസ് ചെയ്താൽ ഞാൻ വെറുതെ ഇങ്ങ് വരുമോ? ഇല്ല, ഞാൻ എന്തിനെങ്കിലും എടുത്തുകൊണ്ട് വരും. എൻ്റെ കൈ നിറയെ ക്ലൗഡിനെയെങ്കിലും ഞാൻ കൊണ്ടുവരും, മേഘങ്ങളെയെങ്കിലും എൻ്റെ കൈ നിറയെ ഞാൻ കൊണ്ടുവരും. അത്രയും ഉയരത്തിൽ. മലയാളത്തിൽ പറയും എന്താണ്? ഒരു മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടൂ എന്ന് പറയും അല്ലേ? അതേപോലെയാണ് ഇവിടെ കേട്ടോ മൈക്ക് ടൈസൺ പറയുന്നത്. ഇനി അടുത്ത എന്താണ്? സിന മെലോഫ് ഡ്രീംഡ് ബിഗ് ആൻഡ് വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് ഹർ ഡ്രീം. ഹർ സ്റ്റോറി ടെൽസ് us that sheer hard work and perseverance lead to success. Now read the poem Success by H.W. Longfellow. ആരാണ് സിന മെലോഫ്? തൊട്ട് മുമ്പേ ഉള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ആയിട്ടുള്ള ടോയ്ലറ്റ് എഴുതിയത് ആരാണ്? സിന മെലോഫാണ് കേട്ടോ. അതെ, അപ്പം അത് നിങ്ങളുടെയൊക്കെ അതിൻ്റെ കണ്ടിന്യൂഷനാണിതേ. അപ്പോൾ സിന മെലോഫ് എന്ത് പറഞ്ഞിരുന്നു? ബിഗ്ഗായിട്ട് സ്വപ്നം കണ്ട ആളാണ്. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. എന്തിനാണ്? അവരുടെ സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്യാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തവരാണ്. ഹർ സ്റ്റോറി tells us that sheer hard work and perseverance lead to success. എന്താണ് പറയുന്നത്? അവരുടെ കഥയിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? ഹാർഡ് വർക്ക്, നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്കും പെർസിവറൻസ് എന്താണ്? സ്ഥിരമായിട്ടുണ്ടാകുന്ന ഉത്സാഹം, സ്ഥിരോത്സാഹവും എന്ത് ചെയ്യും? നമ്മളെ സക്സസ്സിലേക്ക് നയിക്കും. 2 ദിവസം നമ്മൾ കഷ്ടപ്പെട്ടു, 3ൻ്റെ അന്ന് മടി പിടിച്ച് ഉറങ്ങി, 4ൻ്റെ അന്ന് മടിയുടെ ക്ഷീണം അങ്ങനെയും അങ്ങ് പോയിട്ട് വീണ്ടും ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ്, അങ്ങനെയാണോ? അല്ല, സ്ഥിരോത്സാഹമാണ്, പെർസിവറൻസ് ആണ് വേണ്ടുന്നത്. അത് നമ്മളെ എന്തിലേക്ക് നയിക്കും? സക്സസ്സിലേക്ക്. നൗ റീഡ് ദ പോയം സക്സസ് ബൈ W.H. Longfellow. ഇനി നിങ്ങൾക്ക് സക്സസ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചാപ്റ്ററൊക്കെ നിങ്ങളെ എന്ത് ചെയ്യുകയാണ്? മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എന്താണ്? നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ചാപ്റ്റേഴ്സാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നോക്കി, സക്സസ് എന്ന് പറഞ്ഞത് ആരെഴുതിയ കവിതയാണ്? W.H. Longfellow എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ എന്താണ് സക്സസ് എന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. അദ്ദേഹം എന്തൊക്കെ പറയുന്നു? ആദ്യം തന്നെ നമുക്ക് പോയിറ്റിനെ നോക്കണം. ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോ. എന്താണ് അദ്ദേഹം, അല്ലെങ്കിൽ ആരാണ് അദ്ദേഹം? ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെലോ വാസ് എൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. അമേരിക്കൻ പോയറ്റാണ്, എഡ്യൂക്കേറ്ററാണ്. പിന്നീട് ഹി ബിക്കേം എ പ്രൊഫസർ അറ്റ് ബോഡോയിൻ കോളേജ് ആൻഡ് ലേറ്റർ അറ്റ് ഹാർവാർഡ് കോളേജ് ആഫ്റ്റർ സ്റ്റഡിങ് ഇൻ യൂറോപ്പ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് വേണമെങ്കിൽ ഇനി പറയാവുന്ന ഒരേ ഒരു കാര്യം, അമേരിക്കൻ പോയറ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലും എഴുതുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് റൈറ്ററെ പറ്റി എഴുതണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടുന്ന പോയിൻറ്റ്സാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യം പറഞ്ഞു, അദ്ദേഹം എന്താണ് പ്രൊഫഷണലി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ 2 വർക്ക്സ് എന്തായാലും പഠിക്കണം. വോയിസസ് ഓഫ് ദി നൈറ്റും പിന്നെ ബാലഡ്സ് ആൻഡ് അതർ പോയംസ്. ഇത് 2ഉം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വർക്ക്സാണ്. ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കും കേട്ടോ. ഇനി നോക്കിയേ, നമുക്ക് ചാപ്റ്റർ നോക്കാം. പിക്ചർ തന്നിട്ടുണ്ട്, ഇതാ കണ്ടോ? എന്താണ്? ഒരു പിരമിഡാണല്ലേ. ദേ ഒരാൾ ചവിട്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളത് ചവിട്ടി കയറുകയാണ്. ദേ എൻ്റെ നെറുകയിൽ എത്തണം, അതാണ് ലക്ഷ്യം. വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ, ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. By slow degrees, by more and more, the cloudy summits of our time. എന്താണ്? നോക്കിയേ, we have not wings, we cannot soar. നമുക്ക് എന്തില്ല? ചിറകുകളില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സോർ ചെയ്യുക, ഉയർന്ന് പറക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷികളെ പോലെ ഉയർന്ന് പറക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. ബട്ട് വി ഹാവ് ഫീറ്റ്,
നമുക്ക് എന്തുണ്ട്? കാൽപാദങ്ങളുണ്ട്. എന്തിന്? ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. എന്താണ് സ്കെയിൽ? ഉയർന്ന് മുകളിലേക്ക് പോകാനും ചാടി കുതിക്കാനും ഒക്കെ നമുക്ക് എന്തുണ്ട്? ഫീറ്റ് ഉണ്ട്. ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ, ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം. എന്താണ്? സ്ലോ ആയിട്ട്, ഒറ്റച്ചാട്ടത്തിനല്ല, പതിയെ ക്രമേണ എന്ത് ചെയ്യണം? ബൈ മോർ ആൻഡ് മോർ, കുറേശ്ശെ കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്ലൗഡിലെത്തണം, വളരെ ഉയരത്തിലെത്തണം. നമ്മളുടെ കാലത്ത് എന്താണോ നമ്മൾ എത്തിച്ചേരേണ്ടത്, നമ്മൾക്ക് ഏത് സക്സസ്സിലാണോ എത്തിച്ചേരേണ്ടത് അതിൻ്റെ ഉന്നതിയിൽ, നമ്മുടെ കാലത്തെ ഏറ്റവും ഉന്നതിയിൽ, നമ്മുടെ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടി, ഇപ്പം നമ്മൾ ഒരു എക്സാമിന് വേണ്ടി നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ, ആ ഒരെണ്ണമാണ് നമ്മൾക്ക് അപ്പോൾ കിട്ടുന്ന അവസരം. അപ്പോൾ അതാണ് നമ്മളുടെ ആ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ പതിയെ ഒറ്റച്ചാട്ടത്തിലല്ല, ക്രമേണ സ്ലോ ഡിഗ്രീസ് എന്ന് പറഞ്ഞ് ഇരുന്ന് ഉറങ്ങി പയ്യെ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താ പറയുന്നത്? പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്നത് പോലെ കേട്ടോ. നമ്മൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുക. ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ചാട്ടത്തിനല്ല ആരും എങ്ങും എത്തുന്നത്. മനസ്സിലായില്ലേ? സ്ഥിരമായിട്ട് ഈ പറഞ്ഞ കണക്ക് പെർസിയവറൻസും ഹാർഡ് വർക്കും ഒക്കെ ക്രമേണ. ഇപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ പഠിച്ചു എങ്കിൽ നാളെ എന്ത് ചെയ്യുക? ഒരു അരമണിക്കൂർ എക്സ്ട്രാ, അല്ലെങ്കിൽ 15 മിനിറ്റ് എക്സ്ട്രാ. അങ്ങനെ ഒറ്റ ദിവസം ഇരുന്ന് നമ്മൾ 12 മണിക്കൂർ പഠിക്കുക നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. സ്ലോ ആയിട്ട് ഓരോന്ന് കൂട്ടിച്ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ടൈമിൽ ഏറ്റവും നമുക്ക് ആ കിട്ടിയിരിക്കുന്നതിൽ നമ്മൾക്ക് വന്ന അവസരങ്ങളിൽ ഏറ്റവും ഉന്നതിയിൽ നമ്മൾ എത്താനായിട്ട് ശ്രമിക്കും. The mighty pyramids of stone. Next ആണ് the mighty pyramids of stone that wedge like a cleave the desert airs, when nearer seen and better known, are but gigantic flights of stairs. ഇനി നോക്കിയേ, എന്താണ് the mighty pyramids of stone? ശക്തമായ പിരമിഡുകൾ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. that wedge like a cleave the desert airs. അതിൻ്റെ അരിവ് അതെങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരു ആപ്പാകൃതിയാണ് അല്ലേ? ആപ്പ് അറിയാമല്ലോ. ആപ്പ് ഈ ഒരു ഷേപ്പിലിരിക്കുന്നതാണ് പിരമിഡ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഡെസേർട്ടിൻ്റെ വായുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീവ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലേ? അതിലേ പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു എയർ എന്ത് ചെയ്യും? അതിന് നടുക്കൂടെ എത്തുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റായല്ലേ പോകുന്നത്. വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ are but gigantic flights of stairs. When nearer seen and better known, എന്താണ്? അടുത്ത് പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അതിനെ അറിയാൻ ശ്രമിച്ചാൽ എന്ത് കാണാം? are but gigantic flights of stairs. അതെന്താണ്? പടവുകൾ അല്ലെങ്കിൽ സ്റ്റെയേഴ്സ് ആണ്. പതിയെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലെ കടന്ന് അതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കും. എന്താണ്? ആ പിരമിഡ് കണ്ട് നമ്മൾ പേടിക്കണോ? പിരമിഡ് എന്ത് ചെയ്യുന്നു? വളരെ ഉയരത്തിൽ നിൽക്കുന്നു. അത് ഇതിനെപ്പോലും വായുവിനെ പോലും സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് താഴെ നിന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അത് കീഴടക്കാൻ, അല്ലെങ്കിൽ അത് കടന്ന് മുകളിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിക്കും അല്ലേ? ഈ പിരമിഡ് ആരുണ്ടാക്കിയതാണ്? മനുഷ്യനുണ്ടാക്കിയത് തന്നെയല്ലേ ഈ പിരമിഡ്സ് ഒക്കെ എന്ന് പറയുന്നത്. എത്ര ഉയരത്തിലുള്ളതാണെങ്കിൽ പോലും ബുർജ് ഖലീഫ പോലുള്ള ബിൽഡിംഗ് ആരുണ്ടാക്കിയതാണ്? മനുഷ്യനുണ്ടാക്കിയതാണല്ലേ. അതിൻ്റെ മുകളിൽ എത്താൻ നമുക്ക് സാധിക്കില്ലേ? സാധിക്കും. എന്തും നമ്മൾക്ക് എന്തിലൂടെ സാധിക്കും? ഹാർഡ് വർക്കിലൂടെയും പെർസീവറൻസിലൂടെയും സാധിക്കും. അപ്പം എന്താണ്? നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ആണ് നമ്മളത് അച്ചീവ് ചെയ്യേണ്ടത് അല്ലേ? അല്ലാതെ ഒറ്റ ചാട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരുപാട് എഫേർട്ട് എടുത്താണ് ഈ പിരമിഡ്സ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? അത് നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ടും സാധിക്കും. എങ്ങനെ? പതിയെ ഒറ്റച്ചാട്ടത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളതാണോ? അല്ല. അപ്പം മക്കളെ, ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. താഴെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. The distant mountains that uprear their solid bastions of the skies are crossed by pathways that appear as we to higher levels rise. ഇനി എന്താണ്? മൗണ്ടെയിൻസ് അല്ലേ? The distant mountains that uprear the solid bastions of the skies. ഭയങ്കര കമ്പാരിസൺ ആണ്. എന്താണ്? നമുക്ക് കാണാം, ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം, വളരെ ദൂരത്തായിട്ട് വളരെ ഉയരത്തിൽ എന്തിനെ കാണാം? മൗണ്ടെയിനെ നമുക്ക് കാണാം. എന്താണ് മൗണ്ടെയിൻ? പറയണ്ടല്ലോ, വലിയ കൊടുമുടികൾ. അതെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ആകാശം എന്ന് പറയുന്ന ഒരു കോട്ടയെ താങ്ങി നിർത്തുകയാണ് ആര്? ഈ മൗണ്ടെയിൻ ചെയ്യുന്നത് അല്ലേ? are crossed by pathways that appear as we to higher levels rise.
ഈ പറയുന്ന ഇത്രയും ആകാശം മുട്ടി നിൽക്കുന്ന, ആകാശം എന്ന് തോന്നുന്ന കോട്ട അല്ലേ, ഒരു കോട്ട പോലെ തോന്നുന്ന ആകാശത്തിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ മൗണ്ടെയിൻ്റെ മുകളിലും എന്തുണ്ട്? കാൽപാദങ്ങളുണ്ട്. കാൽപാദം, മനുഷ്യൻ്റെ കാൽപാദം പതിഞ്ഞിട്ടില്ലേ? ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിന് മുകളിൽ മനുഷ്യൻ കയറുന്നില്ലേ? ഉണ്ട്. അവിടെയും എന്തുണ്ട്? മനുഷ്യൻ്റെ കാൽപ്പാടുകളുണ്ട്. ആസ് വി ടു ഹയർ ലെവൽസ് റൈസ്, എത്രത്തോളം ഉയരത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം ഉയരത്തിൽ നമ്മൾ എത്തി നോക്കിയാൽ നമ്മൾക്കവിടെ എന്ത് കാണാൻ സാധിക്കും? കാൽപാദങ്ങൾ കാണാം. അല്ലെങ്കിൽ മനുഷ്യൻ അവിടെ എത്തിച്ചേർന്നതിൻ്റെ അടയാളം നമ്മൾക്ക് അവിടെയും കാണാൻ സാധിക്കും അല്ലേ? ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മൗണ്ടെയിൻ കണ്ട് പേടിച്ച് താഴെ നിൽക്കുകയാണോ മനുഷ്യൻ? അല്ല, മനുഷ്യനാണ് ദൈവം സൃഷ്ടിച്ച ഏറ്റവും മഹത്തായ സൃഷ്ടി എന്ന് പറയും അല്ലേ? എന്താ കാര്യം? ഈ ഭൂമിയിലുള്ള എന്തിനേയും കീഴടക്കാൻ ആരെ കൊണ്ട് സാധിക്കുന്നു? മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നു. അപ്പോഴാണോ എന്ത്? ഈ ഒരു വലിയ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാലും അതിനെയും നമ്മൾ പല തവണ മനുഷ്യൻ കീഴടക്കിയതാണ് അല്ലേ? The heights by great men reached and kept were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. കണ്ടോ? The heights by great men reached and kept were not attained by sudden flight. എന്താണ്? ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ഉയരങ്ങളിലെത്തിയ ആൾക്കാരൊക്കെ അവിടെ എത്തിച്ചേർന്നത് എങ്ങനെയല്ല? ഒരു സഡൻ ഫ്ലൈറ്റിൽ, ഒറ്റ ചാട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റ കാൽവയ്പിലല്ല അവരെത്തിച്ചേർന്നത് അല്ലേ? ഒറ്റയടിക്ക് ഒരു ഉയരത്തിലെത്തിയ ഒരാളുണ്ടോ? അല്ലെങ്കിൽ ലോട്ടറി അടിക്കണം അല്ലേ? അല്ലാതെ ഒരു രാത്രി ഉണർന്ന ഉടനെ നമ്മളങ്ങ് മഹാനായോ? ഇല്ല, അത് ഒറ്റയടിക്ക് എത്തിയതാണോ? അല്ല. ബട്ട് ദേ വൈൽ ദെയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ് വേർ ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്. അവരുടെ കമ്പാനിയൻസ്, അവരെ കൂടെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ മറ്റ് മനുഷ്യനെയും ആകാം. മറ്റുള്ളവർ കിടന്ന് ഉറങ്ങുന്ന സമയങ്ങളിൽ പോലും, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യാതെ വിശ്രമിക്കുന്ന സമയങ്ങളിൽ പോലും ഇവരെന്ത് ചെയ്യുകയാണ്? ടോയിലിംഗ്, ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ആ രാത്രികളിൽ പോലും, അതാണ് രാത്രിയെ പകലാക്കി പോലും അധ്വാനിച്ചാണ് അവരെന്തായത്? ഇത്രയും മഹത്തായ ആൾക്കാരായി മാറിയത്. അപ്പോൾ ഈ പറയുന്നത് എന്താ മക്കളെ? അധ്വാനത്തിൻ്റെ വിലയാണല്ലേ? അല്ലാതെ ഇവിടെ കൂടെ കിടന്ന ആൾ ഉറങ്ങിയപ്പോൾ അറിയാതെ എണീറ്റിരുന്ന് രാത്രിയും ഇരുന്ന് പഠിച്ചെന്നോ അല്ലെങ്കിൽ രാത്രി ജോലി ചെയ്തെന്നോ ആണോ? കമ്പാനിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് ഫെലോ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും തന്നെയാണ്, നമ്മൾ ഉൾപ്പെടെ അല്ലേ? ഇപ്പം നാളെ ഒരുത്തൻ വലിയൊരു അച്ചീവ്മെൻറ്റിലെത്തി, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ എക്സാംസ് ഉണ്ട്, ക്ലാസ്സിൽ ടോപ്പ് വാങ്ങിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി എങ്ങനെയായിരിക്കും? ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ആ കുട്ടിക്ക് അങ്ങ് മാർക്ക് കൊടുത്തതാണോ? ഹാൻഡ് റൈറ്റിംഗ് കണ്ട് മാർക്ക് കൊടുത്തതാണോ? അല്ല, നമ്മൾ എന്ത് ചെയ്തു? അവൾ അല്ലെങ്കിൽ അവൻ വിജയിക്കാൻ അല്ലെങ്കിൽ ഉന്നതിയിൽ ഏറ്റവും ഫസ്റ്റിലെത്താൻ ഒരു കാരണക്കാർ നമ്മളും കൂടിയാണ്. എന്താ കാര്യം? നമ്മൾ അവളുടെ അത്രയും അല്ലെങ്കിൽ അവളുടെ അത്രയും പഠിച്ചില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവൾ പിന്നിലാക്കിയത് അല്ലെങ്കിൽ അവൻ പിന്നിലാക്കിയത്. അപ്പം നമ്മളും ഒരു കാരണമാണ്. അവളുടെ ഹാർഡ് വർക്ക് ഒരു കാരണമാണെങ്കിൽ അതുപോലെ നമ്മുടെ പാസീവ്നെസ്സും ഒരു കാരണമാണ് അല്ലേ? മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു? മടി പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് ചെയ്യാതിരിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് പെർസീവറൻസും ഹാർഡ് വർക്കും, ഈ രണ്ട് വേർഡ് മറക്കരുത്, ഇതെല്ലാമോടുകൂടി ചെയ്ത ഒരുത്തൻ എന്ത് ചെയ്തു? അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിയായി, മഹാനായി, അവനെ ലോകമറിഞ്ഞു. കൂടെ കിടന്ന് അല്ലെങ്കിൽ ആ സമയത്തും റെസ്റ്റ് ചെയ്ത് നമ്മളെ ആരറിഞ്ഞു? ആരും അറിയുന്നില്ല. അപ്പോൾ അധ്വാനം എന്ന് പറയുന്നത് അത്രത്തോളം മഹത്തായ കാര്യമാണ് അല്ലേ? അതിൻ്റെ വിലയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കി തന്നത്. എന്താണ് സക്സസ് എന്നുള്ള ചാപ്റ്റർ? ആരുടേതാണ്? ഹെൻറി ബോട്ട്സ്വർത്ത് ലോങ്ഫെല്ലോ. കേട്ടോ, വളരെ സിമ്പിളാണ്. ഒന്ന് നന്നായിട്ടൊന്ന് വരികൾക്കിടയിലൂടെയൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാം കേട്ടോ. അത്ര ടഫായിട്ടുള്ള ചാപ്റ്ററൊന്നും അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം. ഇതിനകത്തൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ എന്താ പറയുന്നത്? നിങ്ങളൊരെണ്ണം നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയും നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ എയിംസ് എന്താണെന്ന് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും, നിങ്ങളുടെ മുന്നിലെല്ലാം വഴികളിങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ മിടുക്കരായിട്ട് പഠിക്കണം. നോട്ട്സ് ഉടനെ തരുന്നതായിരിക്കും. എന്നാലും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം മക്കളെ സ്വന്തമായിട്ട്. അതിന് ശേഷമേ ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ കാണാമോ. കാരണം നിങ്ങൾ എഴുതാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലാംഗ്വേജ് ക്ലിയറായി വരുള്ളൂ കേട്ടോ. ഇവിടെ നിന്നെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ആൻസർ എഴുതുക എന്നുള്ള നമ്മുടെ ഒരു എബിലിറ്റിയാണ് അവിടെ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം മറ്റ് വീഡിയോസിനെയൊക്കെ ഒന്ന് ആശ്രയിക്കുക കേട്ടോ, എൻ്റേതായാലും ആരുടേതാണേലും. അപ്പം മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.